തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഇന്നാണ് ഉണ്ടാവുക. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത യോഗം ഇന്ന് ചേരുന്നുണ്ട്. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നാണ് ദേവസ്വങ്ങളുടെ ആവശ്യം. കുടമാറ്റവും മഠത്തിൽ വരവും ഉൾപ്പെടെ ചടങ്ങുകൾ നടത്തണം. അതേസമയം ദുരന്ത സ്ഥലത്ത് ഇന്നും പരിശോധന തുടരും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായിരിക്കും നടത്തുക? ഈ വെടിക്കെട്ട് ഒഴിവാക്കുമെന്നുള്ള തീരുമാനത്തിലെത്താനാണോ സാധ്യത? മറ്റൊന്ന്, ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥയാണ്. അവരൊക്കെ എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. 4 പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്, അല്ലേ അഭിജിത്ത്? റോഷ്നി, അങ്ങനെ തന്നെയാണ്. റോഷ്നി ഷിയാസ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി വിളിച്ചൊരു സംയുക്ത യോഗമുണ്ട്. അതിൽ പാറമേക്കാവും തിരുവമ്പാടിയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അവർ ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യം, ഈ വെടിക്കെട്ട് ഒഴിവാക്കി മറ്റ് ചടങ്ങുകളെല്ലാം ആ രീതിയിൽ തന്നെ പ്രൗഢമായ രീതിയിൽ തന്നെ പൂരം നടത്തുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ദുഃഖാചരണമായി ആചരിക്കുക, അങ്ങനെ പൂരം ആ രീതിയിൽ തന്നെ നടത്തുക, അതാണ് ഒരു പൊതുവികാരം എന്ന ഒരു അഭിപ്രായത്തിലാണ് നിലവിലേതായാലും ഈ പാറമേക്കാവും തിരുവമ്പാടി ദേവസ്വങ്ങളുള്ളത്. അവർ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. തങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കില്ല എന്നുള്ള കാര്യം സർക്കാരും നിലവിൽ ഒരു തീരുമാനമായി കൈക്കൊണ്ടിട്ടുണ്ട്, അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഒഴിവാക്കി പഴയതുപോലെ തന്നെ ആചാരങ്ങളുമായി പൂരം നടത്താൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. അത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. മറ്റൊന്ന്, ചികിത്സയിൽ കഴിയുന്നവരുമായി ബന്ധപ്പെട്ടാണ്. 4 പേരാണ് നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മൊത്തം 11 പേർ ചികിത്സയിലുണ്ട്. ഇവർക്ക് കൃത്യമായി തന്നെ ചികിത്സ ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. വലിയ ചികിത്സ ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്, കൃത്യമായ പരിചരണം ഇവർക്ക് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. തെരച്ചിൽ നടന്നിരുന്നു. അപ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം, ഈ തെരച്ചിലിനിടയിൽ ചില ശരീരഭാഗങ്ങളൊക്കെ ഇന്നലെയും കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും തെരച്ചിൽ അതുപോലെ തന്നെ തുടരുന്നുണ്ടോ? തീർച്ചയായും ഇന്നും കെടാവർ നായ്ക്കളെ സംഭവസ്ഥലത്ത് എത്തിച്ച് പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. അവിടെ നിന്ന് ചില സ്ഫോടക വസ്തുക്കളൊക്കെ മാറ്റേണ്ടതുണ്ട്. അവ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും. അതിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാവിലെ ഈ നടപടിക്രമങ്ങളാണ് ആദ്യം ഉണ്ടാവുക. അവിടെയുള്ള ബാക്കി സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും. പിന്നാലെ ഈ കെടാവർ നായ്ക്കളെയൊക്കെ എത്തിച്ച് അവിടെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെ ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. 4ഓളം പേർ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇന്നും പരിശോധന അവിടെ നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതേസമയം തന്നെ ഈ ശരീരഭാഗങ്ങളിൽ നിന്നൊക്കെ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവയുടെ പരിശോധനാ ഫലം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ച് അവിടെയാണ് പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ മരിച്ചവരുടെ വിവരങ്ങൾ ഈ DNA കൂടി എത്തുന്നതോടുകൂടി വ്യക്തമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ അത് പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. പൂരം ഏത് രീതിയിൽ നടത്തും എന്നുള്ളതാണ് ഈ ദേവസ്വം മന്ത്രി വിളിച്ച യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാവുക. പാറമേക്കാവും തിരുവമ്പാടിയും തങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമാക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ അവർ പറഞ്ഞതാണ് വെടിക്കെട്ടൊക്കെ ഒഴിവാക്കി മറ്റ് ചടങ്ങുകളൊക്കെ അതേ രീതിയിൽ തന്നെ നടത്തുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ മരിച്ചവർക്കായുള്ള അവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കും. അതേസമയം എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുകൂടി അറിയേണ്ടതുണ്ട്. അതിൻ്റെ കൂടി പരിശോധനയുണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ ചൂട് കൂടിയതല്ല ഈ അപകടത്തിന് കാരണം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പെസോ ഉൾപ്പെടെ എത്തിയിരുന്നു. ചൂടല്ല, മറിച്ച് ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള സാധ്യതകളാണ് പെസോ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഒരു എന്താണ് അതിൽ കൂടി ഒരു വ്യക്തത, അതാണ് ഇനിയിപ്പോൾ വരേണ്ടത്. ഷിഹാസ്, റോഷ്നി. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.